ഹായ്. നമ്മുടെ +1 ഫിസിക്സ് ഈ വർഷത്തെ പരീക്ഷ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചില ചോദ്യങ്ങൾ ചില ചാപ്റ്ററുകളുടെ ചോദ്യങ്ങൾ നമുക്കൊന്ന് ഇവിടെ ഒരു കുറഞ്ഞ സമയം ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇയർ ഫിസിക്സിൽ നമുക്കറിയാവുന്നതാണ് 15 ചാപ്റ്റേഴ്സ് ഉണ്ട്. 60 മാർക്കാണ് നിങ്ങൾക്ക് ബോർഡ് എക്സാമിൻ്റെ വെയിറ്റേജ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ഏത് ചാപ്റ്ററാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. പിന്നെ അതേപോലെ തന്നെ പല ചാപ്റ്ററുകളും പല വെയിറ്റേജിലാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരാറുള്ളത്. അപ്പോൾ അതുപെട്ട ഒരു ചാപ്റ്റർ നമ്മുടെ സെക്കൻഡ് വോളിയം ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തിൻ്റെ തൊട്ട് മുമ്പത്തെ ചാപ്റ്റർ ഓസിലേഷൻസ്. ആ ചാപ്റ്ററിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മളൊന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇവിടെ ബോർഡിലേക്ക് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ കാണാം. ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദ സിംപ്ലസ്റ്റ് എക്സാമ്പിൾ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് ദ ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ ആണ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ പെൻഡുലം. 3 മാർക്കിനാണ് ഈ ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത്. ഇനി അതുകൂടാതെ ഇവിടെ ഇതിനോടൊപ്പം തന്നെ ഒരു മാർക്കിൻ്റെ ഒരു ചോദ്യം കൂടി ചോദിച്ചിരുന്നു. ആ ചോദ്യം ഇതാണ്: ഇൻ എ സിമ്പിൾ പെൻഡുലം, ഈ നമ്മുടെ സിമ്പിൾ പെൻഡുലം മെയ്ഡ് ഓഫ് എ മെറ്റാലിക് വയർ, ഒരു മെറ്റൽ വയർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പെൻഡുലം നിർമ്മിക്കുകയാണെങ്കിൽ what will happen to the time period when the temperature increases? Give reason. ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ സ്ട്രിങ് ഒരു മെറ്റാലിക് വയർ ഉപയോഗിച്ച് നിർമ്മിക്കുകയാണെങ്കിൽ ആ പെൻഡുലത്തിൻ്റെ പീരീഡിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുക ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ? ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ 2 ചോദ്യമുണ്ട്. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏത് എന്ന് ചോദിച്ചാൽ ഈ ചോദ്യ പേപ്പറിൽ കാണുന്ന ഈ ഒന്നാമത്തെ ചോദ്യം തന്നെയാണ് സിമ്പിൾ പെൻഡുലം. സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒരു സിമ്പിൾ എക്സാമ്പിളാണ് സിമ്പിൾ പെൻഡുലം. എപ്പോഴും എല്ലാ അധ്യാപകരും കുട്ടികളോട് പറയും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ക്വസ്റ്റ്യൻ ഇല്ലാത്ത ചോദ്യപേപ്പറുകൾ ഉണ്ടാവാറില്ല എന്നൊക്കെ. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാം. ഞാൻ ഈ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ സിമ്പിളായിട്ടൊന്ന് നിങ്ങൾക്ക് ഇവിടെ എഴുതി കാണിച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം ഒരു സിമ്പിൾ പെൻഡുലം, ഐഡിയൽ ആയിട്ടുള്ള ഒരു സിമ്പിൾ പെൻഡുലം. ഈ ഐഡിയൽ ആയിട്ടുള്ള സിമ്പിൾ പെൻഡുലത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു സ്ട്രിങ് ഉണ്ടാവും, ഒരു ബോബും ഉണ്ടാവും. ഒരു സ്ട്രിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ സ്ട്രിങ്ങിൻ്റെ പ്രത്യേകത ലൈറ്റ്, മാസ്ലെസ്, ഫ്ലെക്സിബിൾ, ഇനെക്സ്റ്റെൻസിബിൾ ആയിട്ടുള്ള ഒരു സ്ട്രിങ് ആണ്. അങ്ങനെയുള്ള ലൈറ്റ് മാസ്ലെസ് ആയിട്ടുള്ള ഒരു സ്ട്രിങ്, ആ സ്ട്രിങ്ങിൻ്റെ ഒരെൻഡ് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ എൻഡിൽ ഒരു ലോഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഒരു ഹെവി പോയിന്റ് മാസ്. അതിന് നമ്മൾ വിളിക്കുന്ന പേര് ബോബ് എന്നാണ്. BOB, ബോബ്. ബോബിൻ്റെ മാസും സ്ട്രിങ്ങിൻ്റെ മാസും കമ്പയർ ചെയ്യുമ്പോൾ ബോബിൻ്റെ മാസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക, സ്ട്രിങ്ങിൻ്റെ മാസ് നെഗ്ലിജിബിൾ ആണ്. ബോബിൻ്റെ മാസിന് നമുക്ക് M എന്ന് എടുക്കാം. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ബോബിന് ഒരു വെയിറ്റ് ഉണ്ടാവും. വെയിറ്റ് എങ്ങോട്ടാ? ദാറ്റ് ഈസ് ഡ്യൂ ടു അട്രാക്ഷൻ ഓഫ് എർത്ത്. എങ്ങോട്ടേക്കാ? എർത്തിൻ്റെ സെൻറ്ററിലേക്കാണ്. അപ്പോൾ എർത്തിൻ്റെ സെൻറ്ററിലേക്ക് എന്ത് ചെയ്യുന്നു? ബോബ് അട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കാം വെയിറ്റ് എങ്ങോട്ടേക്കായിരിക്കും? എർത്തിൻ്റെ സെൻറ്ററിലേക്കായിരിക്കും. നമുക്ക് ആ വെയിറ്റ് ഒന്ന് ഇവിടെ മാർക്ക് ചെയ്ത് നോക്കാം. വെയിറ്റ് എത്രയെന്ന് ചോദിച്ചാൽ വെയിറ്റ് ദാറ്റ് ഈസ് ഡ്യൂ ടു ഗ്രാവിറ്റി, ദാറ്റ് ഈസ് M×G വരും. വെയിറ്റ് mg. നമ്മൾ ഈ സ്ട്രിങ്ങുള്ള ബോബിന് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വലതു ഭാഗത്തേക്ക് ഡിസ്പ്ലേസ് ചെയ്യിക്കാം. വലതു ഭാഗത്തേക്കൊന്ന് ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കാം. വലതു ഭാഗത്തേക്കൊന്ന് ഡിസ്പ്ലേസ് ചെയ്തു. അപ്പോൾ വലതു ഭാഗത്തേക്ക് ഡിസ്പ്ലേസ് ചെയ്ത ബോബിനെ ഞാനിവിടെ സ്ട്രിങ്ങും ബോബും ഞാൻ ഇവിടെ ഒന്ന് വരച്ച് കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഈ ചിത്രത്തിൽ നമുക്ക് കാണാം ഒരു ബോബിൻ്റെ വെയിറ്റ് താഴേക്കാണെങ്കിൽ സ്ട്രിങ്ങിനൊരു ടെൻഷൻ ഉണ്ടാവും. അതെങ്ങോട്ടേക്കായിരിക്കും? മേലേക്കായിരിക്കും. സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ നമുക്ക് എന്ത് എഴുതാം? T എന്ന് എഴുതാം.
ഇവിടെ നമ്മൾ ഈ സ്ട്രിങ്ങിന് ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിനെ തീറ്റ എന്ന ലെറ്റർ ഉപയോഗിച്ച് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി നമ്മളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ബോബിൻ്റെ വെയിറ്റ് എങ്ങോട്ടേക്കാണ്? ഇപ്പോഴും താഴോട്ടേക്ക് തന്നെയാണ്. വെയിറ്റ് ഓഫ് ദ ബോബ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. ആ ബോബിൻ്റെ വെയിറ്റ് ഞാൻ താഴത്തേക്ക് കാണിക്കുന്നു. ദാറ്റ് ഈസ് mg. ഈ ബോബ് അവിടെ നിൽക്കുമോ? ഇല്ല. ആ ബോബ് എങ്ങോട്ട് വരാൻ ശ്രമിക്കും? ഈ പൊസിഷനിലേക്ക്. ഇതേതാണ് പൊസിഷൻ? മീൻ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ നമുക്കിവിടെ നോക്കാം, ഈ mg എന്ന് പറയുന്ന വെയിറ്റ് ഈ കംപ്ലീറ്റ് ആയിട്ട് മീൻ പൊസിഷനിലേക്കല്ല. mg ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. വി ക്യാൻ നൗ റിസോൾവ് ഇറ്റ് ഇൻ ടു ഹൗ മെനി കമ്പോണൻസ്? 2 കമ്പോണൻസ്. ഒന്ന് horizontal component. First one is horizontal component. mg can be resolved into 2 components. First one is called horizontal and second one is vertical. സ്ട്രിങ്ങിൽ ഒരു ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷൻ ഇപ്പോൾ ഇവിടെയുള്ള ടെൻഷൻ ഇങ്ങോട്ടേക്കായിരിക്കും. അപ്പോൾ ഈ mg എന്ന് പറയുന്ന വെയിറ്റിനെ നമുക്ക് 2 കമ്പോണൻ്റ് ആയിട്ട് റിസോൾവ് ചെയ്യുക. ഒന്ന് ടെൻഷന് എലോങ് ആയിട്ടുള്ള ഒരു കമ്പോണൻറ്റ്. ആ കമ്പോണൻറ്റ് ഈ ആംഗിൾ ചിത്രത്തിൻ്റെ സിമെട്രി അനുസരിച്ച് ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റ ആയിരിക്കും. ഈ കമ്പോണൻറ്റിന് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? തീറ്റ അടുത്തുള്ള കമ്പോണൻറ്റ് mg കോസ് തീറ്റ. ഇതിൻ്റെ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ദാറ്റ് ഈസ് ദ വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ചിത്രത്തിൽ നമ്മളിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആക്ടിങ് ടുവാർഡ്സ് ദി മീൻ പൊസിഷൻ, റൈറ്റ്? അപ്പോൾ അതെന്ത് വരും? mg സൈൻ തീറ്റ. ഇതിൽ ഏത് കമ്പോണൻ്റ് ആണ് മീൻ പൊസിഷനിലേക്ക് ആക്ട് ചെയ്യുന്നത്? ദാറ്റ് ഈസ് mg സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ സി ഒരു ബോബിൽ സെറ്റപ്പ് ആവുന്ന റീസ്റ്റോറിങ് ഫോഴ്സ് മീൻ പൊസിഷനിലേക്കാണ്. ആ റീസ്റ്റോറിങ് ഫോഴ്സ് നമുക്ക് എന്ത് എഴുതാം? എഫ് എന്ന് എഴുതാം. ആ റീസ്റ്റോറിങ് ഫോഴ്സ് ഇവിടെ എത്ര ആയിരിക്കും? mg ആണോ? അല്ല. mg കോസ് തീറ്റ ആണോ? അല്ല. അതൊക്കെ ഒന്നും താഴോട്ട് ഒന്നും ഇങ്ങോട്ടേക്കുമാണ്. ഇവിടുത്തെ ടെൻഷൻ നമുക്ക് എന്ത് എഴുതാം? T1 എന്ന് എഴുതാം. T1 ഈസ് ബാലൻസ്ഡ് വിത്ത് mg കോസ് തീറ്റ. അപ്പോൾ mg സൈൻ തീറ്റ ആണ് ഇവിടുത്തെ റീസ്റ്റോറിങ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ റീസ്റ്റോറിങ് ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു mg സൈൻ തീറ്റ എന്ന് എഴുതി. എങ്ങോട്ടാണോ ഈ ബോബിനെ ഞാൻ ഡിസ്പ്ലേസ് ചെയ്തത്? വലത്തോട്ടാണ്. അപ്പോൾ റീസ്റ്റോറിങ് ഫോഴ്സ് എങ്ങോട്ടേക്കാണ്? ടുവാർഡ്സ് ദ മീൻ പൊസിഷൻ ആണ്, ഓപ്പോസിറ്റ് ആണ്. ദെർഫോർ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് mg സൈൻ തീറ്റ. നെഗറ്റീവ് സൈൻ ഇവിടെ അപ്ലൈ ചെയ്തു. ന്യൂട്ടൺ, നമ്മുടെ ഏട്ടൻ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ച് ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആണ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് mg സൈൻ തീറ്റ. m മാസ് 2 സൈഡിലും കൺസിഡർ ചെയ്തു. പിന്നെ ബാക്കി എത്ര ഉള്ളത്? ആക്സിലറേഷൻ a ഈസ് ഈക്വൽ ടു മൈനസ് g സൈൻ തീറ്റ എന്ന് എഴുതി. പിന്നെ നമുക്കറിയാം സൈൻ തീറ്റയുടെ ആംഗിൾ ഈ ആംഗിളാണ്. ഈ ആംഗിൾ ലെസ് ദാൻ 30 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് മാത്തമാറ്റിക്സിൽ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യാം. ഇഫ് ദ ആംഗിൾ ഈസ് വെരി സ്മോൾ, if the angle is very small, angle വളരെ ചെറുതാണെങ്കിൽ we can write sin theta is approximately equal to theta. അപ്പോൾ ഒരു ചോദ്യം, what is cos theta? If the angle is very small, cos theta is approximately equal to എത്രയായിരിക്കും? ചിലർ പെട്ടെന്ന് വിളിച്ചു പറയും തീറ്റ. അല്ല, 1 ആണ്. Sin theta is approximately equal to theta. Cos theta is approximately equal to 1. Therefore, ഇവിടെ സൈനാ വന്നിരിക്കുന്നത്, അപ്പോൾ തീറ്റ കൊടുക്കാം. Therefore, this equation become A is equal to minus G into theta. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ടൈം പീരീഡിൻ്റെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ ആണെന്ന് കണ്ടുപിടിക്കുമ്പോൾ ആദ്യം ഈ പെൻഡുലത്തിൻ്റെ ബോബിൻ്റെ മോഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് എന്ന് കാണിക്കുക. എന്നിട്ട് SHMൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് ടൈം പീരീഡ് കണ്ടുപിടിക്കുക. അതാണ് നമ്മൾ ചെയ്യാറുള്ളത്. പല മെത്തേഡും ഉണ്ട്. ഒരു സിമ്പിൾ മെത്തേഡ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി ഈ പെൻഡുലത്തിൻ്റെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് ഒരു സർക്കിളിൻ്റെ ഞാൻ ഇവിടെ വരക്കാൻ പോകുന്ന സർക്കിളിൻ്റെ റേഡിയസിന് ഈക്വൽ ആണ് എന്ന് കരുതുക. അപ്പോൾ ഈ സർക്കിളിൻ്റെ റേഡിയസ് ഈ പെൻഡുലത്തിൻ്റെ ലെങ്ത്തിന് ഈക്വൽ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നമ്മുടെ പെൻഡുലം. ഈ പെൻഡുലത്തിൻ്റെ ലെങ്ത്ത് എത്രയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ലെങ്ത്ത് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക? പെൻഡുലത്തിൻ്റെ ലെങ്ത്ത് ഇത് ഫിക്സഡ് പോയിന്റ്, ഇത് ബോബിനൊരു സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവും. ആ സെൻറ്റർ ഓഫ് മാസ് മുതൽ ഈ ഫിക്സ് ചെയ്ത പോയിന്റ് വരെയാണ് പെൻഡുലത്തിൻ്റെ ലെങ്ത്ത് കണക്കാക്കുന്നത്.
ആ ലെങ്ത്തിനെ ചെറിയ എൽ, സ്മോൾ ലെറ്റർ എൽ ഉപയോഗിച്ച് നമുക്ക് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാം. സ്മോൾ ലെറ്റർ എൽ ഈസ് ദ ലെറ്റർ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ലെങ്ത് ഓഫ് ദ പെൻഡുലം. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ ഈ സർക്കിളിൻ്റെ റേഡിയസ് ഈ ലെങ്ത്തിന് ഈക്വൽ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ലെങ്ത് നമ്മുടെ എൽ എന്ന് മാർക്ക് ചെയ്യുന്നു. ബോബ് ഞാൻ ഇവിടെ വരച്ചു. ബോബിൻ്റെ മാസ് എം. ബോബിന് ഒരു സ്മോൾ ആംഗിൾ ഈസ് വെരി സ്മോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഈ ബോബിന് സംഭവിച്ചതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ബോബിനെ ഞാൻ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറ്റി ഇവിടെയാണ് ബോബിനെ കാണിക്കുന്നത് എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ബോബും സ്ട്രിങ്ങുള്ള പുതിയ പൊസിഷൻ നമുക്ക് ഇവിടെ എങ്ങനെ മാർക്ക് ചെയ്യാം? അപ്പോൾ ഇവിടുത്തെ ആംഗിൾ ഈ ആംഗിളാണ് തീറ്റ. ഈ ചിത്രം കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മയാവും മാത്സിലെ റിസൾട്ട്. ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. അപ്പോൾ ഈ ആംഗിളിവിടെ തീറ്റയാണ്. ഇവിടെ എല്ലാണ് ഇത് റേഡിയസ് തന്നെയാണ് എൽ. ഈ ബോബിന് സംഭവിച്ച ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഞാൻ എക്സ് എന്ന് എടുക്കുകയാണ്. ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോബ് ഈസ് ടേക്കൺ ആസ് എക്സ് എന്ന് എടുത്തു. ഇവിടുത്തെ ആർക്ക് ലെങ്ത് എക്സ് ആണ്, റേഡിയസ് എല്ലാണ്, ആംഗിൾ തീറ്റയാണ്. ഫ്രം ഫിഗർ, ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് എന്ത് എഴുതാം? ഫ്രം ഫിഗർ ആംഗിൾ ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു പറഞ്ഞോളി ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് എക്സ് ബൈ എൽ. എക്സ് ബൈ എൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ തീറ്റയ്ക്ക് പകരം ഈ എക്സ് ബൈ എൽ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ therefore A is equal to minus g into theta is replaced by x by l എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനിൽ എത്തിച്ചേർന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? therefore now we can write like this: A is equal to minus g by l into x. ഇക്വേഷൻ ശ്രദ്ധിക്കൂ. എക്സ് എന്ന് പറഞ്ഞാൽ ബോബിൻ്റെ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ലെങ്ത്ത് ഫിക്സഡ് ആണ്, മാസും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പായി, ജി എല്ലും കോൺസ്റ്റൻ്റ് ആയി. ഇപ്പോൾ ജി എല്ലും കോൺസ്റ്റൻ്റ് ആയി, എക്സ് വേരിയബിൾ ആണെങ്കിൽ therefore ജി ബൈ എൽ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എ ഈസ് ഈക്വൽ ടു മൈനസ് എ കോൺസ്റ്റൻറ്റ് എക്സ് ഓർ എ പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. What is this? This is the condition for simple harmonic motion. ഈ ബോബിൽ എക്സ്പീരിയൻസ്ഡ് ആകുന്ന ആക്സിലറേഷനും അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും പ്രൊപ്പോർഷണലും ആ ഡിസ്പ്ലേസ്മെൻറ്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ദ oscillation of the bob of the simple pendulum is an example for simple harmonic motion. Correct? ഓക്കെ, എല്ലാവരും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. therefore the motion is simple harmonic motion. മോഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ therefore in simple harmonic motion, സിമ്പിൾ ഹാർമോണിക് മോഷൻ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ഈ ടോപ്പിക്കിൽ നേരിട്ട് ഉപയോഗിക്കണം. നിങ്ങൾ മുമ്പ് പഠിച്ചു വെച്ച ഒരു ഇക്വേഷനാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഡിസ്കഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമെന്നുള്ള ധാരണയിൽ ഞാൻ ഇക്വേഷൻ എഴുതുകയാണ്. we know that the equation for acceleration is A is equal to minus omega square into x, equation for acceleration, where is the angular velocity of the oscillator. This is our equation number 2. Now you can compare these two formulas 1 and 2. We can see that LHS equal ആണ്. അപ്പോൾ RHSൽ ഏതോ 2 ടേമുകൾ നമുക്ക് കിറ്റ് ചെയ്യാൻ പറ്റും. therefore we can write it as omega square is equal to g by l. omega square g by l ആണെങ്കിൽ omega is equal to root of g by l. omega എന്ന് പറഞ്ഞാൽ എന്താണ്? 2 pi by t equal to root of g by l. Take the reciprocal എടുത്താൽ t by 2 pi equal to root of l by g, or t is equal to 2 pi into root of l by g. This is the formula to calculate time period of a simple pendulum. ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ
ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷനാണ് നമ്മളിപ്പോൾ ഡെറൈവ് ചെയ്തിരിക്കുന്നത്. ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ 3 മാർക്ക് വെയിറ്റേജുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഡെറിവേഷനാണ്. എല്ലാവരും ഈ ഡെറിവേഷൻ മനസ്സിലാക്കിയെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ഇവിടെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു സിമ്പിൾ പെൻഡുലത്തെ നിങ്ങളൊരു ലിഫ്റ്റിൽ കെട്ടിത്തൂക്കുക എന്ന് വിചാരിക്കാം. അപ്പോൾ ആ ലിഫ്റ്റ് ഈസ് ആക്സിലറേറ്റിംഗ് അപ്വേർഡ് വിത്ത് ആൻ ആക്സിലറേഷൻ എ. starts accelerating upward with an acceleration a ആക്സിലറേഷനിൽ ഒരു സിമ്പിൾ പെൻഡുലം മുകളിലേക്ക് പോകുന്നു. വാട്ട് ഈസ് എ ഫോർമുല ഫോർ ടൈം പീരീഡ്, അല്ലെങ്കിൽ വാട്ട് ഹാപ്പൻ ഫോർ ടൈം പീരീഡ് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രത്യേകമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുകളിലേക്ക് പോകുമ്പോൾ താഴേക്ക് പോകുമ്പോഴുള്ള ആക്സിലറേഷൻ്റെ ഇക്വേഷൻ. ലിഫ്റ്റ് ആക്സിലറേറ്റിംഗ് അപ്വേർഡ് വിത്ത് ആൻ ആക്സിലറേഷൻ എ ആണെങ്കിൽ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി പ്ലസ് എ ആണ് ഉപയോഗിക്കുക. ആക്സിലറേറ്റിംഗ് ഡൗൺവേർഡ് വിത്ത് ആൻ ആക്സിലറേഷൻ ആണെങ്കിൽ ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി മൈനസ് എ ആണ് ഉപയോഗിക്കുക. അപ്പോൾ ജി പ്ലസ് എ ഇക്വേഷൻ്റെ ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ ഡിനോമിനേറ്റർ വലുതാവും, ഉത്തരം ചെറുതാവും. അപ്പോൾ മുകളിലോടുമ്പോൾ ടൈം പീരീഡ് കുറയും. ഇതിയുടെ ഡിനോമിനേറ്റർ ചെറുതാവും, ഉത്തരം വലുതാവും. therefore time period increases in the second case. അങ്ങനെ കുറേ സിറ്റുവേഷനുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട് പെൻഡുലത്തിൻ്റെ. അതിലിവിടെ ചോദിച്ച ഒരു ചോദ്യം ശ്രദ്ധിക്കുക. ഇൻ എ സിമ്പിൾ പെൻഡുലം മെയ്ഡ് ഓഫ് എ മെറ്റാലിക് വയർ. ഒരു മെറ്റാലിക് വയർ ഉപയോഗിച്ച് ഒരു സിമ്പിൾ പെൻഡുലം നിർമ്മിക്കുന്നു. വാട്ട് വിൽ ഹാപ്പൻ ടു ദി പീരീഡ് വെൻ ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്? ഗിവ് റീസൺ. നമ്മളുടെ ഈ പെൻഡുലത്തിൻ്റെ സ്ട്രിങ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു മെറ്റാലിക് വയർ ഉപയോഗിച്ചാണെന്ന് കരുതുക. മെറ്റാലിക് വയർ, ഇവിടെ ഒരു ലൈൻ ഓഫ് ലെങ്ത് L ആണല്ലോ. നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ഈ ചാപ്റ്റർ പഠിച്ചപ്പോൾ ലീനിയർ എക്സ്പാൻഷൻ പഠിച്ചിട്ടുണ്ട്. എക്സ്പാൻഷൻ ഇൻ ലെങ്ത് വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ഇൻക്രീസ് ചെയ്യപ്പെടും? ലെങ്ത് ഇൻക്രീസ് ചെയ്യപ്പെടുമ്പോൾ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ലെങ്ത് ഇൻക്രീസ് ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് വാട്ട് ഹാപ്പൻസ്? ലെങ്ത് ഇൻക്രീസസ്. ലെങ്ത് ഇൻക്രീസ് ചെയ്താൽ എന്താ സംഭവിക്കുക? ടൈമും ലെങ്ത്തും പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഇക്വേഷൻ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഇക്വേഷൻ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു നമുക്ക് എന്ത് എഴുതാം? എൽ എന്ന് എഴുതാം. ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എൽ എന്ന് എഴുതിയാൽ ഇവിടെ നമുക്ക് ഒരു കാര്യം ഒബ്സർവ് ചെയ്യാൻ പറ്റും. ലെങ്ത് കൂടിയാൽ ടൈം പീരീഡ് എന്ത് ചെയ്യും? കൂടും. ഇവിടെ നമുക്ക് എന്ത് പറയാം? ആസ് ദ ലെങ്ത് ഇൻക്രീസസ് ടൈം പീരീഡ് ഇൻക്രീസസ്. ഇവിടെ ചിലപ്പോൾ ചോദിക്കാറുണ്ട് എന്താണ് സെക്കൻഡ്സ് പെൻഡുലം എന്ന്. ഒരു സിമ്പിൾ പെൻഡുലം, സെക്കൻഡ്സ് പെൻഡുലം എന്താണ് സെക്കൻഡ്സ് പെൻഡുലം? ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് 2 സെക്കൻഡ് ആണെങ്കിൽ ആ പെൻഡുലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡ്സ് പെൻഡുലം. അതേപോലെ ഇങ്ങനെയും ചോദിക്കാറുണ്ട്, എ പെൻഡുലം വിച്ച് ടിക്സ് സെക്കൻഡ്സ്. ആ പെൻഡുലത്തിൻ്റെയും ടൈം പീരീഡ് എത്ര തന്നെയായിരിക്കും? 2 സെക്കൻഡ് ആയിരിക്കും. റൈറ്റ്. പിന്നെ ഒരു ചോദ്യം, നിങ്ങളിങ്ങനെ ഊഞ്ഞാലാടുകയെന്ന് വിചാരിക്കും. ഒരാളിങ്ങനെ ഇരുന്ന് ഊഞ്ഞാലാടുന്നു. അപ്പോൾ പെൻഡുലത്തെ പോലെ ആ സ്വിങ്ങിനെ നമുക്ക് കൺസിഡർ ചെയ്താൽ അതേ ആൾ എഴുന്നേറ്റ് നിന്ന് ഊഞ്ഞാലാടുകയാണെങ്കിൽ അതിൻ്റെ ടൈം പീരീഡിൽ എന്ത് വ്യത്യാസം വരിക? അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ലെങ്ത് മാറുമ്പോഴും ജി മാറുമ്പോഴാണ് ടൈം പീരീഡ് വ്യത്യാസപ്പെടുന്നത്. അപ്പോൾ എഴുന്നേറ്റ് നിന്നാൽ അയാളുടെ മാസ് വ്യത്യാസപ്പെടുന്നില്ല, പക്ഷേ സെൻറ്റർ ഓഫ് മാസ് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? വ്യത്യാസപ്പെടുന്നുണ്ട്. സെൻറ്റർ ഓഫ് മാസ് കുറച്ച് മേലേക്ക് ഉയരുന്നുണ്ട്, അപ്പോൾ ലെങ്ത് ഡിക്രീസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ടൈം പീരീഡ് ഇൻക്രീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സിറ്റുവേഷനുകൾ ഇവിടെ നമ്മൾ ഈ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കണം. പ്രോബ്ലങ്ങൾ പ്രതീക്ഷിക്കണം. പ്രോബ്ലം ഞാൻ മറ്റു ചില വീഡിയോകളിൽ ഇവിടെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. അതിവിടെ ഈ ജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്ലാനറ്റിൽ നിന്ന് മറ്റൊരു പ്ലാനറ്റിലേക്ക് പോകുമ്പോൾ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യാസപ്പെടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. An SHM is given by x is equal to 8 sin 10 pi t plus pi by 4 meter. At which position will its kinetic energy equal to potential energy? ഇത് വേറെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു 8 സൈൻ 10 പൈ ടി പ്ലസ് പൈ ബൈ 4. ഇതിൽ ഏത് ഇക്വേഷൻ നോക്കിയിട്ട് പറയണം at which position will its kinetic energy become equal to its potential energy. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പാത്താണ് ഇതെങ്കിൽ ഇതേത് പൊസിഷനാണ് നമുക്കറിയാം. മീൻ പൊസിഷൻ, എക്സ്ട്രീം പൊസിഷൻ, എക്സ്ട്രീം പൊസിഷൻ. നൗ ദിസ് ഈസ് ലൈക്ക് ബോഡി ഈസ് സെഡ് ടു ബി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ ഇതിൽ എവിടെയോ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഈ ബോഡിയുടെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈ ഓസിലേറ്ററിൻ്റെ എന്താവുന്നുണ്ട്, ഈക്വൽ ആവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എങ്കിൽ അത് ഏത് പൊസിഷൻ എന്നാണ് ചോദ്യം. അപ്പോൾ യു നോ ദ ഫോർമുല ഫോർ കൈനറ്റിക് എനർജി. ദ ഫോർമുല ഫോർ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു, വാട്ട് ഇസ് ദ ഫോർമുല ഫോർ കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്താ? ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. വാട്ട് ഈസ് കെ? കെ ഈസ് എ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് ആൻഡ് എ, ദിസ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് 0. ഹിയർ എക്സ് ഈസ് ഈക്വൽ ടു എ. X is the displacement, A is the amplitude, K is the force constant. What is the formula for potential energy? Half K into X square. Potential energy and kinetic energy equal ആവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് രണ്ട് ഈക്വേറ്റ് ചെയ്യുക. കൈനറ്റിക് എനർജി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഈക്വേറ്റ് ചെയ്താൽ ഹാഫ് കെ ഇൻറ്റു a square minus x square is equal to half k into x square. Half k cancelled, but we get a square minus x square is equal to x square. ഈ മൈനസ് എക്സ് സ്ക്വയറിന് ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? വാട്ട് വി ഗെറ്റ്? എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. ദാറ്റ് ഈസ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2x square. X square is equal to a square by 2 and x is equal to a by root 2. അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എ എങ്ങനെ കണ്ടുപിടിക്കും? വാട്ട് ഇസ് ഇക്വേഷൻ ഫോർ എക്സ്? given x is equal to a cos omega t plus phi is the standard form. അത് ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. x is equal to 8 sin 10 pi t plus phi. ഇവിടെ സൈൻ്റെ ടേമിലാണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് എ സൈൻ ഒമേഗ ടി പ്ലസ് phi. Here you can see that a is equal to 8. That is in meter. Therefore, x is equal to 8 by root 2. That is 4 into 2 by root 2. That is x is equal to 4 root 2 meter. Next question. An SHM is given by x is equal to 5 sin 2 pi t plus pi by 4. Calculate displacement of the oscillator after a time 1.5 seconds. 1.5 സെക്കൻഡിന് ശേഷമുള്ള ഈ ഒരു ഓസിലേറ്ററിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ചോദിച്ചു ഇൻ മീറ്റർ. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടത്. ആഫ്റ്റർ ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ടി ഈസ് ഈക്വൽ ടു 1.5. അപ്പോൾ ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 5 sin 2 pi t പ്ലസ് പൈ ബൈ 4. ഇത്രയും തന്നിട്ടുണ്ട്. ടി 1.5 ആണ് തന്നിട്ടുള്ളത്. 1.5 എന്ന് പറഞ്ഞാൽ 3/2 സെക്കൻഡ്. therefore x is equal to 5 sin 2 pi into 3/2 plus pi by 4. ഈ 2 കട്ട് ചെയ്യാം. x is equal to 5 sin 3 pi plus pi by 4. Sin
3 pi plus theta. What's the result of sine 3 pi plus theta? Sine 3 pi plus theta. Sine pi plus theta. Sine 3 pi plus theta. ഇതൊക്കെ മൈനസ് സൈൻ തീറ്റയാണ് റിസൾട്ട്. ഇപ്പോൾ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു മൈനസ് സൈൻ പൈ ബൈ 4. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 5 ഇൻറ്റു സൈൻ പൈ ബൈ 4 എത്രയാണ്? 1/√2. 1/√2. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 5/√2. എക്സ് കിട്ടി. എ എത്രയാ? എ 5 ആണ്. എ ഈസ് ഈക്വൽ ടു 5. ഇക്വേഷൻ നമ്മൾ ജനറൽ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്താൽ മതി. ജനറൽ ഇക്വേഷൻ എന്താ? എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് ഓർ എ സൈൻ ഒമേഗ ടി പ്ലസ് 5. ദിസ് ഈസ് കമ്പയർ വിത്ത് എക്സ് ഈസ് ഈക്വൽ ടു 5 സൈൻ 2 പൈ ടി പ്ലസ് പൈ ബൈ 4. Now you can see that a is equal to 5. ചിലപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻ്റ് അല്ല ചോദിച്ചത്. ഇനിയിപ്പോൾ വെലോസിറ്റി ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? ഫോർമുല യൂസ് ചെയ്താൽ മതി. വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ ഇനി വെലോസിറ്റി കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. വെലോസിറ്റി വി. വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? വെലോസിറ്റി കണ്ടുപിടിക്കാൻ വി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഡയറക്ഷനോട് വേണമെങ്കിൽ ഇത് നെഗറ്റീവ് സൈൻ മൈനസ് ഒമേഗ. ഇവിടെ സൈൻ്റെ ഡെറിവേറ്റീവ് കോസാണ്. അപ്പോൾ കോസ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് വരും. കോസാണ് തന്നതെങ്കിൽ ഇവിടെ ഇക്വേഷന് മൈനസ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ വി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഒമേഗ എത്രയാ? ഒമേഗ ഇതാ 2 പൈ. അപ്പോൾ 2 പൈ ഇൻറ്റു റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് എക്സ് എത്രയാ? മൈനസ് 5/√2. അതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 25/2. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. വെലോസിറ്റിൻ്റെ ഇക്വേഷൻ, വെലോസിറ്റിൻ്റെ ആൻസർ കിട്ടും. ഏകദേശം ഒരു 22 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഇതേപോലെ ഓരോ പ്രോബ്ലവും കാൽക്കുലേറ്റ് ചെയ്താൽ മതി.